സെക്കൻഡ് ഡേ ഓഫ് നമ്മുടെ സ്കോട്ട്ലൻഡ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അച്ഛൻ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുവാണ്. മുന്നിലും പുറകിലും വേറെ വണ്ടികൾ പോകുന്നുണ്ട്. കുറേ ഒരു വണ്ടി വരുന്നുണ്ട്. വലിയൊരു വിൻഡ് അവിടെ. സ്കോട്ട്ലൻഡിലോട്ടുള്ള മോട്ടോർവേ ആണ്. വിശാലമായിട്ട് കടക്കുക, ഉറുതങ്ങ് കടക്കുക. അധികം വണ്ടികളൊന്നും അങ്ങനെ ഇല്ല കമ്പാരിറ്റീവ്ലി. ഈ റോഡിൽ കൂടെ പോകുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒക്കെ റോഡുകളുടെ ഒരു ഫീല് വരുന്ന റോഡാണ്. കണ്ടോ, ഫുള്ള് മരങ്ങൾ രണ്ട് സൈഡിലും. നല്ല രസമാണ്. നല്ല വെയിലും കൂടി ആയതുകൊണ്ട് നല്ല ബ്യൂട്ടിഫുൾ ഡേ ആയിരുന്നു. നല്ല പച്ചപ്പ് വിരിച്ചിങ്ങനെ കിടക്കുന്നത് കാണാൻ വേണ്ടി നല്ല ഒരു ഭംഗിയുണ്ടായിരുന്നു. കുറേ ദൂരം ഈ റോഡിൽ കൂടെ വണ്ടി ഓടിച്ചതിന് ശേഷമാണ് നമ്മുടെ പാൽക്രിക്ക് വീടിൻ്റെ സ്ഥലത്തോട്ട് ഞങ്ങൾ എത്തുന്നത്. അങ്ങ് ദൂരെ കാണുന്ന ഇതാണ് ഫേമസ് പാൽക്രിക്ക് വീല് സ്കോട്ട്ലൻഡിലെ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു എൻജിനീയറിങ് സിസ്റ്റമാണ് അതിനെ അതിൻ്റെ പ്രത്യേകതയാക്കുന്നത്. താഴേന്ന് ഒരു ബോട്ടിനെ ഇങ്ങനെ എടുത്ത് ആ വീലിങ്ങനെ ഫുള്ള് വട്ടം കറങ്ങും. പിന്നെ മേലിലും റിവറാണ്, അവിടെ കൊണ്ട് അതിനകത്ത് അതിനെ ഇങ്ങനെ ഇറക്കി വിടും. അത് ഫുള്ള് കറങ്ങുന്നുണ്ട്. അത് ഇത്ര സമയം കൂടുമ്പോഴാണ് ബോട്ടുകൾ വന്നും പോയിരിക്കുന്നത്. ഇപ്പം കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ബോട്ടുകൾ വന്ന് കയറി ഇറങ്ങും. അതൊക്കെ കാണാൻ പറ്റും. ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ സൈഡിൽ നിന്നുള്ള വേറൊരു വ്യൂ ആണ് ഫേമസ് പാൽക്രിക്ക് വീലിൻ്റെ. ഇതാണ് പാൽക്രിക്ക് വീൽ. അമേസിങ് എൻജിനീയറിംഗ് ഉണ്ട് പുറകിൽ പ്രവർത്തിക്കുന്നു. ഇവിടുന്ന് ഭൂമി അപ്പുറത്ത് കാണിച്ചു
നോക്കി അങ്ങ് പോകാൻ നോക്കട്ടെ. ഈ ബോട്ട് ആ സാധനം പയ്യെ കറങ്ങാൻ തുടങ്ങി. ആ വീല് അത് കറങ്ങി കറങ്ങി താഴോട്ട് വരുവാണ്. താഴെ ഒരു ബോട്ട് റെഡി ആയി നിൽപ്പുണ്ട്. അതിൽ പോകാൻ വേണ്ടി അത് കറങ്ങി താഴെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇതിനെ എടുത്തോട്ട് മേലോട്ട് പോകും. മേലോട്ട് പോയിട്ട് കുറേ സമയം എടുക്കും. വലിയ സ്പീഡൊന്നും അല്ല, എന്നാൽ അധികം സ്ലോയിലും അല്ല. എന്നെ ഒരു ജയൻ്റ് സാധനമാണെന്ന് അറിയാമോ അത്. അത് കയറാൻ വേണ്ടി കുറേ ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ കയറി വന്നു. ഞങ്ങൾ നേരത്തെ വന്നത്തെ കയറിയിട്ടുണ്ട്, അവിടെ ഞങ്ങൾ കയറിയില്ല. നമ്മൾ കെപ്ലീസിലെത്തിയിരിക്കുകയാണ്. ഭയങ്കര ഹിസ്റ്ററി ഉള്ള ഒരു സംഭവം ഇത്. പോയി വായിച്ചു നോക്കട്ടെ എന്താ സംഭവം.